മാസ്റ്റർ കീ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസിൽ വരുന്ന മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ആക്ട് 1955 ആണ്. ഇതിന് എക്സൈസ് ആക്ട് എന്നും ഒരു പേരുണ്ട്. നമുക്ക് നോക്കാം ബാക്കി ഡീറ്റെയിൽസ്. ഫസ്റ്റ്, ഒബ്ജക്റ്റീവ്: to provide for the collection of levy and duties of excise on medicinal and toilet preparation containing alcohol or narcotics. ആൽക്കഹോൾ അല്ലെങ്കിൽ നാർക്കോട്ടിക്സ് കണ്ടെയ്നിങ് പ്രിപ്പറേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം അതിലേക്കുള്ള ലെവി അല്ലെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി കളക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ അതെല്ലാ സ്റ്റേറ്റിലും ഒരേപോലെ ആയിരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ആക്റ്റാണ് മെഡിസിൻ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ആക്ട്. To provide for the uniformity in the rules and rate of excise duty liable on such preparation throughout the country. രാജ്യത്തുടനീളം ഒരേ എക്സൈസ് ഡ്യൂട്ടി പ്രിപ്പറേഷൻസിന് മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ കണ്ടെയ്നിങ് ആൽക്കഹോൾ ഓർ നാർക്കോട്ടിക്സ്, ആൽക്കഹോൾ അല്ലെങ്കിൽ നാർക്കോട്ടിക്സ് കണ്ടെയ്നിങ് ഡ്രഗ്സിന് ഏർപ്പെടുന്ന ഒരു എക്സൈസ് ഡ്യൂട്ടി ഉണ്ടല്ലോ, അതിന് എന്തൊക്കെ നിയമങ്ങളാണ്, ഏതൊക്കെ കാര്യത്തിലാണ്, ഇത്ര അത് നമ്മൾ വരും സ്ലൈഡുകളിൽ പറയും. ഇത്ര എമൗണ്ട് പെർസെൻറ്റേജ് ഓഫ് ആൽക്കഹോൾ ആണെങ്കിൽ അതിനൊരു എമൗണ്ട് ഓഫ് ഡ്യൂട്ടിയാണ് അടയ്ക്കേണ്ടത്, അങ്ങനത്തുള്ള കാര്യങ്ങൾ. അപ്പം അതെല്ലായിടത്തും ത്രൂ ഔട്ട് ദ കൺട്രി എന്തായിരിക്കണം, സെയിം ആയിരിക്കണം, ഓരോ സ്ഥലത്തും വ്യത്യസ്തമാകാൻ പാടില്ല. അപ്പോൾ ഒരു യൂണിഫോമിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ആക്ടിന്റെ വർഷമാണ് ഓർത്തിരിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ ലൈസൻസിങ്, ഇങ്ങനൊരു മെഡിസിൻ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ആക്ട് പ്രകാരം നമുക്ക് അങ്ങനെ ഒരു പ്രിപ്പറേഷൻ മെഡിസിൻ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻസ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ ലൈസൻസ് എവിടെ നിന്ന് കിട്ടും, ലൈസൻസ് കിട്ടാൻ നമ്മൾ എന്തൊക്കെ റിക്വയർമെന്റ്സ് ആവശ്യമുണ്ട് എന്നുള്ളതൊക്കെ നോക്കാം. Manufacturing of alcoholic and narcotic preparation can only be undertaken under the authority of a license granted for the purpose, and such a license is issued only if the requisite license for the manufacture of drugs under Drug and Cosmetic Act and rule have been first obtained. വലിയ സെന്റൻസ് ആണ്, പക്ഷെ കാര്യം സിമ്പിൾ ആണ്. മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻസ് കണ്ടെയ്നിങ് പ്രിപ്പറേഷൻസ് ഉണ്ടാക്കാനുള്ളൊരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ ആദ്യം അതിനൊരു ലൈസൻസ് ആവശ്യമുണ്ട്. ഈ ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിനു വേണ്ടി മാത്രമുള്ളൊരു റെഗുലേറ്റിംഗ് അതോറിറ്റി ഉണ്ട്. അവർ വേണം ഈ ലൈസൻസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ. ഈ ലൈസൻസ് കിട്ടുന്നതിനേക്കാൾ മുമ്പ് ആ മാനുഫാക്ചർക്ക് ഏത് ലൈസൻസ് ഉണ്ടാവണം, ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് പറയുന്ന ഓൾറെഡി ആ ലൈസൻസ് ഉള്ള ആൾക്ക് മാത്രമേ ഈ ഒരു ആൽക്കഹോളിക് ആൻഡ് നാർക്കോട്ടിക് പ്രിപ്പറേഷൻസ് കണ്ടെയ്നിങ് യൂണിറ്റിനുള്ള മാനുഫാക്ചർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലൈസൻസ് എന്ത് ചെയ്യത്തുള്ളൂ, പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇനി ആപ്ലിക്കേഷൻ ഫോർ ദ ലൈസൻസ് or for its renewal is to be made to the licensing authority. ഈ ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്ന അതോറിറ്റിക്ക് മുമ്പ് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം. അത് എന്തിനും ആയിക്കോട്ടെ, മാനുഫാക്ചറിങ് ലൈസൻസ് കിട്ടാനാണെങ്കിലും റിന്യൂവലിനാണെങ്കിലും ഈ ഒരു അപേക്ഷ സമർപ്പിക്കണം. ആൻഡ് ഹൂ ഇസ് ദ എക്സൈസ് കമ്മീഷൻ, അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ആർക്ക് മുന്നിലാണ് നമ്മൾ ഈ ലൈസൻസിന് അപേക്ഷ സമർപ്പിക്കേണ്ടത്? എക്സൈസ് കമ്മീഷനാണ്. ഇൻ കേസ് ഓഫ് എ ബോണ്ടഡ് മാനുഫാക്ചറിംഗ് ഓർ വെയർഹൌസ് ആൻഡ് ഇൻ അതർ കേസ് സച്ച് ഓഫീസേഴ്സ് സച്ച് ആസ് ദ ഗവൺമെന്റ് മേ അതറൈസ് ഇൻ ദിസ് ബിഹാഫ്. അതായത് നമ്മൾ ഇനി വരും സ്ലൈഡിൽ ഈ ഒരു ടോപ്പിക്കിൽ, ഈ ഒരു എക്സൈസ് ആക്ട് അല്ലെങ്കിൽ മെഡിസിൻ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ആക്ടിൽ ഒരു ഇൻബോണ്ട് ലബോറട്ടറീസും ഔട്ട്സൈഡ് ബോണ്ട് ലബോറട്ടറീസും ഉണ്ട്. അത് തമ്മിലുള്ള വ്യത്യാസവും കാര്യങ്ങളുമാണ് ഇമ്പോർട്ടൻറ്റ്. സാധാരണ MCQs അതിൽ നിന്നാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിനേക്കാൾ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ ഇൻബോണ്ട് ലബോറട്ടറീസ് ആണെങ്കിൽ ആരാണ് ആ ഒരു ലൈസൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? എക്സൈസ് കമ്മീഷൻ ആയിരിക്കും ഇൻ കേസ് ഓഫ് എ ബോണ്ടഡ് മാനുഫാക്ചർ ഓർ വെയർഹൌസ്. അല്ലെങ്കിൽ അതിന് ചുമതലപ്പെടുത്തിയ ഗവൺമെന്റ് ബിഹാഫ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ടാകും. അവരായിരിക്കും മറ്റ് സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ലൈസൻസ് കൊടുക്കുന്നത്. എല്ലാം ലൈസൻസിങ് അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന ആ ലൈസൻസിന്റെ ബിഹാഫിൽ വേണം മാനുഫാക്ചറിങ് നടക്കാനായിട്ട്. അതിന് മുമ്പ് എന്ത് ലൈസൻസ് ഉണ്ടായിരിക്കണം? DNC ആക്ട് ആൻഡ് റൂൾ പ്രകാരമുള്ള ലൈസൻസ് ഒബ്റ്റെയിൻഡ് ആയിരിക്കണം. അടുത്തത്, the applicant for the license should submit in the prescribed form accompanied with the prescribed fee at least 2 months from the proposed date of commencement of the manufacture. തുടങ്ങുന്നതിന് പിറ്റേ ദിവസമോ തലോ ദിവസമോ കൊണ്ടുപോകുന്ന നല്ല പ്രിസ്ക്രൈബ്ഡ് ഫീയോട് കൂടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. മിനിമം എത്ര മാസം ഉണ്ടാവണം? അറ്റ്ലീസ്റ്റ് 2 months എങ്കിലും ബിഫോർ നമ്മൾ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം വിത്ത് പ്രിസ്ക്രൈബ്ഡ് ഫീ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പ്രധാനമായിട്ടും ഈ ഇൻബോണ്ടും ഔട്ട്സൈഡ് ബോണ്ടും അവിടെ നടക്കുന്ന മാനുഫാക്ചറിങ്ങിലെ വ്യത്യാസം എന്താണ്, അവിടെ വേണ്ടുന്ന റിക്വയർമെന്റ്സിൽ വ്യത്യാസം എന്താണ്, ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഒന്ന് നോക്കിപ്പോകാം. ഇതൊരു ടേബിൾ വൈസ് ആയതുകൊണ്ട് എളുപ്പം നിങ്ങൾക്ക് ഓർത്തിരിക്കാനും എളുപ്പമായിരിക്കും. ഒന്നാമത്തെ ഇൻബോണ്ടിൽ എന്താന്ന് നോക്കാം. ഇൻബോണ്ട് എന്ന് പറയുന്നത് സ്യൂട്ടബിൾ ഫോർ ലാർജ് സ്കെയിൽ പ്രിപ്പറേഷൻ. ലാർജ് സ്കെയിൽ പ്രിപ്പറേഷൻ നടക്കുന്നതാണ് ഇൻബോണ്ട് മാനുഫാക്ചറിങ് യൂണിറ്റിൽ. അതേസമയം ഔട്ട്സൈഡ് ബോണ്ടിലാണെങ്കിലോ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിങ്.
അടുത്തത് ഫംഗ്ഷൻ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ആൻ എക്സൈസ് സ്റ്റാഫ്. എപ്പോഴും ഒരു എക്സൈസ് സ്റ്റാഫിന്റെ സൂപ്പർവിഷനിൽ ആയിരിക്കും ഇവിടുത്തെ ഫംഗ്ഷൻസ് എപ്പോഴും നടക്കുക. അതേസമയം ഔട്ട്സൈഡ് ബോണ്ടിൽ അങ്ങനെ ഒരു എക്സൈസ് സ്റ്റാഫിന്റെ സൂപ്പർവിഷനിലായിരിക്കണം എന്നില്ല. അടുത്തത് എക്സൈസ് ഡ്യൂട്ടീസ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ്, ഇതൊന്ന് ഓർത്തിരിക്കണം. എക്സൈസ് ഡ്യൂട്ടീസ് പേയബിൾ ഓൺ ദ റിമൂവൽ ഓഫ് ദി ഫിനിഷ്ഡ് ഗുഡ്സ്. അതായത് മാനുഫാക്ചറിങ് എല്ലാം കഴിഞ്ഞ് പാക്ക് ചെയ്ത് ഗുഡ്സ് അവിടുന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് മാത്രം എന്ത് അടച്ചാൽ മതി? എക്സൈസ് ഡ്യൂട്ടി അടച്ചാൽ മതി. പക്ഷേ ഔട്ട്സൈഡ് ബോണ്ടിനകത്താണെങ്കിലോ എക്സൈസ് ഡ്യൂട്ടീസ് പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് ദ പർച്ചേസ് ഓഫ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഇത് ഈ ഒരു മാനുഫാക്ചറിങ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള റെക്ടിഫൈഡ് സ്പിരിറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് അടക്കേണ്ടി വരും? എക്സൈസ് ഡ്യൂട്ടി അടക്കേണ്ടി വരും. അടുത്തത് അഡ്വാൻസ് സെക്യൂരിറ്റി മണി. ഇൻബോണ്ട് മാനുഫാക്ചറിങ് യൂണിറ്റിൽ അഡ്വാൻസ് ആയിട്ടുള്ള സെക്യൂരിറ്റി എമൗണ്ട് നമ്മൾ കെട്ടിവെക്കണം. അതേസമയം ഔട്ട്സൈഡ് ബോണ്ടിൽ നോ അഡ്വാൻസ് സെക്യൂരിറ്റി മണി നീഡഡ്. അടുത്തത് state government may relax the conditions of requirements of infrastructure if the alcohol consumption is less than 100 liter. 100 ലിറ്റർ താഴെയാണ് അവിടുത്തെ ആൽക്കഹോൾ കൺസംഷൻ എങ്കിൽ, ഉപയോഗമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ചില റിലാക്സേഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. ഇൻഫ്രാസ്ട്രക്ചറിൽ അവിടെ വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്സിൽ ചില റിലാക്സേഷൻസ് ഒക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള യാതൊരുവിധ റിലാക്സേഷനും ഇൻബോൺ മാനുഫാക്ചറിംഗ് യൂണിറ്റുകാർക്ക് കിട്ടില്ല. ഇനി സ്പിരിറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ദ ഡിസ്റ്റിലറി ഓർ സ്പിരിറ്റ് വെയർഹൌസ് ബൈ സെൻഡിങ് ദ ഇൻഡന്റ് പ്രിപ്പയർഡ് ഓൺലി ഇൻ 2 കോപ്പി. ഇതൊന്ന് ഓർത്തിരിക്കുക. 2 കോപ്പി ഇൻഡന്റ് 2 കോപ്പിയിൽ ഉണ്ടാക്കിയാൽ മതി. എന്ത് കിട്ടാനായിട്ട്? സ്പിരിറ്റ് കിട്ടാനായിട്ട്. എവിടുന്ന്? ഫ്രം ഡിസ്റ്റിലറി ഓർ ഫ്രം സ്പിരിറ്റ് വെയർഹൌസ്. അതേസമയം ഔട്ട്സൈഡ് ബോണ്ട് ആണെങ്കിൽ ട്രിപ്ലിക്കേറ്റ് കോപ്പീസ് ആയിട്ട് വേണം ഇൻഡന്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇതൊക്കെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് സെക്യൂരിറ്റി മണി കൊടുക്കേണ്ടത് എവിടെയാണ്, കൊടുക്കേണ്ടാത്തത് എവിടെയാണ്. എക്സൈസ് ഡ്യൂട്ടി ഫിനിഷ്ഡ് ഗുഡ്സിന് ശേഷം മാത്രം കൊടുത്താൽ മതി ഇൻബോണ്ടിനകത്ത്. മറ്റടുത്താണെങ്കിലോ റെക്ടിഫൈഡ് സ്പിരിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ എക്സൈസ് ഡ്യൂട്ടി അടക്കേണ്ടി വരും. ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. ഇത് സാധാരണയായിട്ട് MCQസിൽ ചോദിക്കാറുണ്ട്, ഇതിന്റെ ഡിഫറൻസ്. ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ്, മറ്റ് ഡീറ്റെയിൽസ്, ഒരു ലൈസൻസ് കിട്ടാൻ ആവശ്യമായിട്ട് ലൈസൻസിന് അപ്ലൈ ചെയ്യേണ്ട ആള് എന്തൊക്കെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. 1, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ആപ്ലിക്കന്റ്, അതെന്തായാലും വേണം. അടുത്തത് പ്ലേസ് ആൻഡ് സൈറ്റ് ഓഫ് ദി ബോണ്ടഡ് ലബോറട്ടറി. ഇപ്പൊ നമ്മൾ ബോണ്ടഡ് ലബോറട്ടറി ആണ് പറയുന്നത്. ഇപ്പൊ ബോണ്ടഡും ഉണ്ട്, നോൺ ബോണ്ടഡ് ലബോറട്ടറി ഉണ്ട്. ഡിഫറൻസ് നമ്മൾ ആ ടേബിൾ വൈസ് പഠിച്ചായിരുന്നല്ലോ. ഇപ്പൊ ബോണ്ടഡ് ലബോറട്ടറി ആണെങ്കിൽ അവിടെ എവിടെയാണ്, ഏത് സൈറ്റ് ആണ്, ഏത് പ്ലേസ് ആണെന്നുള്ളത് കറക്റ്റ് മെൻഷൻ ചെയ്യണം. ഇഫ് ദ ആപ്ലിക്കന്റ് ഈസ് എ ഫേം ദെൻ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി പാർട്ട്നേഴ്സ്. ഇപ്പൊ ഒരു ഒറ്റയ്ക്കല്ല, ഒരുപാട് പേര് ചേർന്ന് ഒരു ഫേം ആയിട്ടാണ് അത് നടത്താൻ പോകുന്നതെങ്കിൽ ആ പാർട്ട്നേഴ്സിന്റെ എല്ലാം പേരും ഡീറ്റെയിൽസും അഡ്രസ്സും ആവശ്യമുണ്ട്. ഇനി ഒരു കമ്പനി ആയിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ ദെൻ ദ നെയിം അഡ്രസ് ഓഫ് ദി ഡയറക്ടർ. ഒരു കമ്പനി ആകുമ്പോൾ എന്തായാലും ഡയറക്ടർ ഉണ്ടാവും, മാനേജർ ഉണ്ടാവും, മാനേജിങ് ഏജൻസ് ഉണ്ടാകും. അവരുടെയൊക്കെ ഡീറ്റെയിൽസും രജിസ്ട്രേഷൻ നമ്പരും ആവശ്യമായിട്ട് വരുന്നുണ്ട്. അടുത്തത് എമൗണ്ട് ഓഫ് ദ ക്യാപിറ്റൽ പ്രൊപ്പോസ്ഡ്. എത്രയാണ് മുതൽ മുടക്ക് അത് പറയണം. പിന്നെ നമ്പർ ആൻഡ് ഫുൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ വാറ്റ് സ്റ്റിൽസ് ആൻഡ് അതർ അപ്പാരറ്റസ് ആൻഡ് മെഷീനറി. ഈ ഒരു ബോണ്ടഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഉണ്ടാവണം. മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ദി ആൽക്കഹോൾ റിമെയിൻ അറ്റ് വൺ ടൈം ഇൻ ദ ഫോം ഓഫ് ഫിനിഷ്ഡ് ആൻഡ് അൺഫിനിഷ്ഡ് പ്രിപ്പറേഷൻസ്. ഫിനിഷ്ഡ് ആയിട്ടും അൺഫിനിഷ്ഡ് പ്രിപ്പറേഷൻസിലും എത്ര ക്വാണ്ടിറ്റി ഓഫ് ആൽക്കഹോൾസ് അവിടെ ഇപ്പോഴും ഉണ്ട്, അതായത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രിപ്പറേഷൻസിൽ എത്ര, ഇനി ഉപയോഗിക്കാനുള്ളതിൽ എത്ര, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൽക്കഹോളിന്റെ ക്വാണ്ടിറ്റി കറക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ അപ്രോക്സിമേറ്റ് ഡേറ്റ് ഓഫ് സ്റ്റാർട്ടിംഗ് പ്രൊഡക്ഷൻ. മാനുഫാക്ചറിങ് എന്ന് തൊട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്ന ആ ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റ് അവിടെ ആവശ്യമുണ്ട്. പിന്നെ സ്റ്റേറ്റ്മെന്റ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ എക്സൈസ് ഓഫീസർ റിക്വയർഡ് ഫുൾ ടൈം ഓർ പാർട്ട് ടൈം. പറഞ്ഞല്ലോ ഒരു എക്സൈസ് ഓഫീസറിന്റെ സൂപ്പർവിഷനിൽ വേണം ബോണ്ടഡ് ലബോറട്ടറി പ്രവർത്തിക്കാൻ. അപ്പം എക്സൈസ് ഓഫീസറിന്റെ ആവശ്യം പാർട്ട് ടൈം ആണോ അതോ ഫുൾ ടൈം ആണോ അത് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവണം. സൈറ്റ് ആൻഡ് എലവേഷൻ പ്ലാൻ ഓഫ് ദ ലബോറട്ടറി ബിൽഡിംഗ്. ഇൻ കേസ് ഓഫ് എ ഫേം കോപ്പി ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് ആൻഡ് ബാലൻസ് ഷീറ്റ്. അതായത് ആ ഒരു പ്ലാന്റിന്റെ ബോണ്ടഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റിന്റെ പ്ലാനും സ്കെച്ചും ഒക്കെ ഉണ്ടാവണം. ഇനി ഒരു ഫേം ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന്റെ ഒരു കോപ്പി ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ്, ഉടമ്പടി ഉണ്ടാവണം, ഭാഗ ഉടമ്പടി ഉണ്ടാവണം, ബാലൻസ് ഷീറ്റും ഒക്കെ ക്ലിയർ ആയിട്ട് ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഈ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി ഇൻ കേസ് ഓഫ് എ കമ്പനി ഡയറക്ടേഴ്സിന്റെ ലിസ്റ്റ്, മാനേജേഴ്സ്, കോപ്പി ഓഫ് ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൻഡ് ലേറ്റസ്റ്റ് ബാലൻസ് ഷീറ്റ്. ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യിച്ച് വേണം ലൈസൻസിന് അപ്ലൈ ചെയ്യാനായിട്ട്.
ഓൺ റിസീവിംഗ് ദി ആപ്ലിക്കേഷൻ ദ ലൈസൻസ് അതോറിറ്റി വിൽ വെരിഫൈ. ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം ഒരു ഫേം ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനി വൈസ് ആണെങ്കിൽ എങ്ങനെ ആയിക്കോട്ടെ, ഈ ലൈസൻസിങ് അതോറിറ്റിക്ക് ഈ രേഖകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിയുമ്പോൾ അവരത് വെരിഫൈ ചെയ്യും. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ വെരിഫൈ ചെയ്യുന്നത്? ഒന്ന്, ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ദി ടെക്നിക്കൽ സ്റ്റാഫ്. അവിടെ വർക്ക് ചെയ്യുന്ന ടെക്നിക്കൽ സ്റ്റാഫുകളുടെ ക്വാളിഫിക്കേഷൻ പരിശോധിക്കും. രണ്ട്, എക്യുപ്മെന്റ്സ്. അവിടെ ഉപയോഗിക്കാൻ പോകുന്ന എക്യുപ്മെന്റ്സിന്റെ ഗ്രേഡും സ്റ്റാൻഡേർഡും ഒക്കെ നോക്കും. സ്യൂട്ടബിലിറ്റി ഓഫ് ദ പ്രൊപ്പോസ്ഡ് ബിൽഡിംഗ്. ഇവർ ഈ പറയുന്ന കെട്ടിടത്തിൽ ഈ പറഞ്ഞ മാനുഫാക്ചറിങ്ങിന് യോഗ്യത ഉണ്ടോ അത് പരിശോധിക്കും. നാല്, സൗണ്ട്നെസ് ഓഫ് ദി ആപ്ലിക്കന്റ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഇത് ആപ്ലിക്കന്റിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, അവരുടെ ആ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെ ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യും. ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും. ഇനി ഫീ അടയ്ക്കുന്നതിലും ഞാൻ പറഞ്ഞല്ലോ, പ്രിസ്ക്രൈബ്ഡ് ഫീയോടുകൂടി വേണമല്ലോ ലൈസൻസിങ് അതോറിറ്റിയിൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാനായിട്ട്. അതിലുണ്ട് വ്യത്യാസം. ഇൻബോണ്ടിന്റെ ഔട്ട്സൈഡ് ബോണ്ടിന്റെയും ആപ്ലിക്കന്റ് ഫീല് വ്യത്യാസമുണ്ട്. നോക്കിക്കേ, കൺസപ്ഷൻ ഓഫ് ആൽക്കഹോൾ ലെസ് ദാൻ 4000 ലിറ്റർ പെർ ഇയർ ആണെങ്കിൽ 100, മറ്റേടത്താണെങ്കിൽ കൺസപ്ഷൻ ഓഫ് ആൽക്കഹോൾ ഇസ് 125 ലിറ്റർ പെർ ഇയർ ആണെങ്കിൽ ₹10. സെൽഫ് ജനറേറ്റിംഗ് ആൽക്കഹോൾ ബൈ ഡിസ്റ്റിലേഷൻ ഇൻ ആയുർവേദിക് ആൻഡ് യുനാനി മെഡിസിൻ ₹25. ഈ അസവ, അരിഷ്ട പോലുള്ള സാധനങ്ങൾ സെൽഫ് ജനറേറ്റഡ് ആൽക്കഹോൾ ഉണ്ടാവും. അത് ഫെർമെന്റേഷൻ പ്രോസസ്സിലൂടെ അതിൽ തന്നെ ആൽക്കഹോൾ ഉണ്ടാകും. അത്തരത്തിലുള്ള പ്രിപ്പറേഷൻസ് ആണെങ്കിൽ ₹25 ആണ് എക്സൈസ് ഡ്യൂട്ടി അടയ്ക്കേണ്ടത്. എക്സൈസ് ഡ്യൂട്ടി അല്ല, പേയ്മെന്റ് ആയിട്ട് അടയ്ക്കേണ്ടത്. മറ്റേടത്താണെങ്കിൽ 25. കൺസപ്ഷൻ ഓഫ് ആൽക്കഹോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4000 ലിറ്റർ പെർ ഇയർ ആണെങ്കിൽ 200 ഫീസ് ആണ് പ്രിസ്ക്രൈബ്ഡ് ഫീ. ഔട്ട്സൈഡ് ബോണ്ടിനകത്താണെങ്കിൽ ലെസ് ദാൻ 4000 ലിറ്റർ പെർ ഇയർ ആണെങ്കിൽ ₹100. സെൽഫ് ജനറേറ്റിംഗ് ആൽക്കഹോൾ ബൈ ഡിസ്റ്റിലേഷൻ ഇൻ ആയുർവേദിക് ആൻഡ് യുനാനി മെഡിസിൻ ആണെങ്കിൽ ₹25. കണ്ടോ, ഫീസിൽ വലിയ വ്യത്യാസം തന്നെ ഉണ്ട് ഇൻബോണ്ടിലും ഔട്ട്സൈഡ് ബോണ്ടിലും. ഓക്കെ, ഫീ ഒന്നും അങ്ങനെ സാധാരണ MCQസിൽ ചോദിക്കാറില്ല. ഒരു ക്ലാസ് വൈസ് ആകുമ്പോൾ എല്ലാം പറയണമല്ലോ. ഇനി നമുക്ക് മാനുഫാക്ചറിംഗ് ഏരിയയിലോട്ട് പോകാം. Manufacture of alcoholic and other narcotic drugs can be undertaken only under the authority of a license granted for the purpose. ആ ഒരു പർട്ടിക്കുലർ ലൈസൻസിങ് അതോറിറ്റിയുടെ ലൈസൻസ് ലഭിച്ചതിന് ശേഷം മാത്രമേ ഇതിന്റെ മാനുഫാക്ചറിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. The license cannot be transferred or sold and has to be exhibited in the conspicuous part of the licensed premise. കിട്ടിയ ലൈസൻസ് വേറെ ആർക്കെങ്കിലും മറിച്ച് വിൽക്കാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനോ ഒന്നും പറ്റില്ല. ഇനി നമുക്ക് അവിടുന്ന് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് കമ്പനിയുടെ എല്ലാവർക്കും കാണുന്ന ആ ഒരു ഏരിയയിൽ തന്നെ എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്ത് വെക്കണം. And the manufacture of the medicinal and toilet preparation containing alcohol is permitted both in bond as well as outside bond. Medicinal and toilet preparation manufacture ചെയ്യാനുള്ള ആ ഒരു ആൽക്കഹോളും എന്ത് ചെയ്യുന്നുണ്ട്, പെർമിറ്റ് ചെയ്യുന്നുണ്ട് രണ്ടിടത്തും, ഔട്ട്സൈഡ് ബോണ്ടുകാർക്കും ഇൻസൈഡ് ബോണ്ടുകാർക്കും. പിന്നെ ലൈസൻസ് ഈസ് ഇഷ്യൂഡ് ഫ്രം ദ ഓഫീസ് ഓഫ് ദി എക്സൈസ് കമ്മീഷണർ ഓഫ് ദി സ്റ്റേറ്റ് ഫോർ ആൽക്കഹോൾ. എവിടെ നിന്നാണ് ലൈസൻസിങ് നമുക്ക് കിട്ടുന്നത്? എക്സൈസ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നാണ്. പിന്നെ ആപ്ലിക്കേഷൻ ഷുഡ് ബി മെയ്ഡ് 2 months in advance prior to the date of manufacturing. ഓൾറെഡി പറഞ്ഞു, പ്രിസ്ക്രൈബ്ഡ് ഫീയോട് കൂടി 2 മാസം മുമ്പെങ്കിലും നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം, എലോങ് വിത്ത് റിക്വസൈറ്റ് ഫീസും പറയുന്നുണ്ടല്ലോ. ഓരോന്നിനും എത്ര എമൗണ്ട് ഓഫ് ആൽക്കഹോൾ വെച്ചിട്ടാണ് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി സെൽഫ് ജനറേറ്റിംഗ് ആൽക്കഹോൾ പ്രിപ്പറേഷൻസ് ആണെങ്കിൽ അതിന്റെ ഫീ, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് അവർ പറയുന്നുണ്ട്. അതനുസരിച്ചിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാനായിട്ട്. പിന്നെ ആപ്ലിക്കേഷൻ ഷുഡ് ഇൻക്ലൂഡ് നെയിം, അഡ്രസ് ആൻഡ് സൈറ്റ് ഓഫ് ദ ബോണ്ടഡ് ലബോറട്ടറി. ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. ഇഫ് ഇറ്റ് ഈസ് എ ഫേം, then name and address of every partner, and if it is a company, its registered name, address of the managing director and director. ഒരു ഇൻഡിവിജ്വൽ നടത്തുന്നതാണെങ്കിലും പാർട്ട്നേഴ്സ് കൂടി ചേർന്ന് നടത്തുന്നതാണെങ്കിലും അല്ലൊരു കമ്പനി വൈസ് ആണെങ്കിലും അതിലുള്ള എല്ലാവരുടെയും പാർട്ട്നേഴ്സിന്റെ ആയാലും ഡയറക്ടേഴ്സിന്റെ ആയാലും മാനേജിംഗ് ഡയറക്ടേഴ്സിന്റെ ആയാലും സകല ഡീറ്റെയിൽസും നമ്മൾ കൊടുത്തിരിക്കണം. ആൻഡ് ദ ക്യാപിറ്റൽ ടു ബി ഇൻവെസ്റ്റഡ് ഫോർ ദി ബോണ്ടഡ് അപ്രീസിയേഷൻ. ക്യാപിറ്റൽ എത്ര മുതൽ മുടക്കിലാണ് നമ്മൾ ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് നമ്പർ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി അപ്പാരറ്റസ്. നമ്മൾ അവിടെ ഉപയോഗിക്കാൻ പോകുന്ന മെഷീനറീസിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ എണ്ണം, അതിന്റെ കാര്യങ്ങൾ കൊടുക്കണം. മെഷീനറീസ്, സ്റ്റിൽ ആൻഡ് മാക്സിമം എമൗണ്ട് ഓഫ് ആൽക്കഹോൾ ടു ബി റിമെയിൻ അറ്റ് വൺ ടൈം, approximate date of starting the manufacturing, requirement of the excise officer, either whole time or part time അല്ലെങ്കിൽ whole time നമുക്ക് ആ ഒരു എക്സൈസ് ഓഫീസറിന്റെ ആവശ്യം വരുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയണം. പിന്നെ ലിസ്റ്റ് ഓഫ് പ്രിപ്പറേഷൻ കണ്ടെയ്നിങ് ആൽക്കഹോൾ, ലൈസൻസ് നമ്പർ ഇഷ്യൂഡ് ബൈ ദ ലൈസൻസിങ് അതോറിറ്റി അണ്ടർ ഡ്രഗ് കൺട്രോളർ ഓഫ് അതോറിറ്റി. പിന്നെ എലവേഷൻ പ്ലാൻ ഉണ്ടാവണം. എല്ലാ ഡിഫറെന്റ് ആ ഒരു ലബോറട്ടറിയിലുള്ള എല്ലാ റൂമുകളുടെയും സെപ്പറേറ്റ് പ്ലാൻ വേണം. ഡീറ്റെയിൽസ് ഓഫ് ഡോർസ്, വിൻഡോസ് ആൻഡ് ക്വാർട്ടർ ഫോർ എക്സൈസ് സ്റ്റാഫ് ആർ ടു ബി പ്രൊവൈഡ്. ഇപ്പം ബോണ്ടഡ് ലബോറട്ടറി ആണെങ്കിൽ എക്സൈസ് സ്റ്റാഫ് അവിടെ ഉണ്ടാവുമല്ലോ, സൂപ്പർവിഷനിലാണല്ലോ പരിപാടി ഈ ഒരു മാനുഫാക്ചറിങ് നടക്കുന്നത്. അപ്പം എക്സൈസ് ഓഫീസർക്ക് വേണ്ടുന്ന ക്വാർട്ടേഴ്സ് സഹിതം വേണം.
ആൻഡ് ഇൻ കേസ് ഓഫ് എ ഫേം പാർട്ട്ണർഷിപ്പ് ഡീൽ ഉണ്ടാവണം. ഇൻ കേസ് ഓഫ് കമ്പനി ലിസ്റ്റ് ഓഫ് അസോസിയേഷൻ, ലേറ്റസ്റ്റ് ബാലൻസ് ഷീറ്റ് ഓഫ് ദി കമ്പനി. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, ഡീറ്റെയിൽസിൽ ഇതിൽ പറയുന്നുണ്ടെന്നേ ഉള്ളൂ. സെപ്പറേറ്റ് പ്ലെയിൻ സ്പിരിറ്റ് സ്റ്റോറി ഇസ് റിക്വയർഡ് ടു ബി പ്രൊവൈഡ് ഇൻ ദി ബോണ്ടഡ് പെർമിസസ്. അതായത് പ്ലെയിൻ സ്പിരിറ്റ് സ്റ്റോർ ചെയ്യാനായിട്ട്, അതായത് ഉപയോഗിക്കുന്നതിനേക്കാൾ സ്പിരിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് അത് സൂക്ഷിച്ചു വെക്കാനായിട്ട് പ്രത്യേക ഒരു റൂം വേണം. ആൻഡ് ദർ ഷുഡ് ബി ഓൺലി വൺ എൻട്രൻസ് ടു ദി ലബോറട്ടറി. ലബോറട്ടറിയിലോട്ട് എൻ്റർ ചെയ്യാനായിട്ട് പല സൈഡിൽ നിന്നും ഡോറുകൾ പാടില്ല, ഒരൊറ്റ എൻട്രൻസ് പാടുള്ളൂ. ഓൺലി വൺ ഡോർ ഫോർ ഈച്ച് ഓഫ് ഇറ്റ്സ് കമ്പാർട്ട്മെന്റ് ആൻഡ് സെപ്പറേറ്റ് റൂം ഫോർ ദ മാനുഫാക്ചറിംഗ് ഓഫ് മെഡിസിനൽ പ്രിപ്പറേഷൻ ആൻഡ് വൺ ഓർ മോർ റൂംസ് ഫോർ സ്റ്റോറേജ് ആൻഡ് സെപ്പറേറ്റ് റൂം ഫോർ ദ മാനുഫാക്ചറിംഗ് ഓഫ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ. മെഡിസിനൽ പ്രിപ്പറേഷൻസിന് സെപ്പറേറ്റ് റൂം, ടോയ്ലറ്റ് പ്രിപ്പറേഷൻസിന് സെപ്പറേറ്റ് റൂം, സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഒന്നിലധികമോ റൂംസ് വേണം. ഒരൊറ്റ മെയിൻ എൻട്രൻസേ പാടുള്ളൂ. പിന്നെ മറ്റ് സ്റ്റോറേജ് ഏരിയസിലോട്ടൊക്കെ ഓരോ ഡോർ മാത്രം. ആൻഡ് എ റൂം ഫോർ എക്സൈസ് ഓഫീസർ ഇൻ ചാർജ് ദാറ്റ് ഷുഡ് ബി നിയർ ദി എൻട്രൻസ് ആയിരിക്കണം വിത്ത് ഫർണിച്ചർ. അടുത്തത്, the bonded laboratory should be opened and closed in the presence of excise officer in charge and secured with excise ticket lock. അതായത് കൃത്യമായിട്ടുള്ള എക്സൈസ് ഓഫീസറിന്റെ സൂപ്പർവിഷനിൽ വേണം, ആ ഇൻചാർജിലുള്ള എക്സൈസ് ഓഫീസറിന്റെ ഇൻചാർജിൽ വേണം ബോണ്ടഡ് ലബോറട്ടറിയുടെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും. അത് ലോക്ക് ചെയ്യേണ്ടത് എപ്പോഴും എന്ത് വെച്ചിട്ടായിരിക്കണം? എക്സൈസ് ടിക്കറ്റ് ലോക്ക് വെച്ചിട്ടായിരിക്കണം. And every window in the bonded laboratory should be provided with the iron rod not less than 90 mm in thickness. ഈ ലബോറട്ടറിയിൽ, ബോണ്ടഡ് ലബോറട്ടറീസിൽ യൂസ് ചെയ്യുന്ന വിൻഡോസിനും ഡോർസിനും വരെ സ്പെസിഫിക്കേഷൻസ് പറയുന്നുണ്ട്. കണ്ടോ, വിൻഡോസ് എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്? ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് അയൺ റോഡ്സ്. അടുത്തത്, വിൻഡോസ് ഷുഡ് ബി കവേർഡ് ഫ്രം ഇൻസൈഡ് വിത്ത് സ്ട്രോങ് വയർ നെറ്റിംഗ് with aperture of which should exceed 25 mm in diameter. ജനലിൽ അയൺ റോഡ്സ് ഉണ്ടാവണം. പിന്നെ അതുകൂടാതെ എക്സ്ട്രാ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ എന്തുണ്ടാവണം? സ്ട്രോങ് ആയിട്ടുള്ള വയർ നെറ്റിംഗ്സ് ഉണ്ടാവണം. And each room in the bonded laboratory should have a board indicating the name and serial number of the room and the purpose for which it is used and painted in oil color. ഈ ബോണ്ടഡ് ലബോറട്ടറിയിൽ ഓരോ റൂംസ് ഉണ്ടാവുമല്ലോ, ഏതൊക്കെയാണ് ആ റൂമുകൾ, അത് എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതിന്റെ സീരിയൽ നമ്പറും ഒക്കെ അതിനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കണം. അടുത്തത്, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് സപ്ലൈ ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ആർ കട്ട് ഓഫ് അറ്റ് ദി എൻഡ് ഓഫ് എ ഡേയ്സ് വർക്ക് ഫ്രം വൺ പ്ലേസ്. ആ ഒന്നത്തെ ഒരു ദിവസത്തെ ആ ഒരു വർക്ക് കഴിഞ്ഞാൽ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് സപ്ലൈ എന്തായിരിക്കണം? കട്ടായിരിക്കണം. At all the regulators or the switches should be securely locked. Permanent vessels in bonded laboratory should be at the serial number and statement of the full capacity of the vessel. ഇപ്പോൾ ബോണ്ടഡ് ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന, കാരണം അത് ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ് നടക്കുന്ന യൂണിറ്റ് ആണ്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വെസലുകളുണ്ടല്ലോ, പെർമനന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന വെസലുകൾക്ക് ഒരു സീരിയൽ നമ്പർ ഉണ്ടാവണം. അതിന്റെ ഫുൾ കപ്പാസിറ്റി എത്ര എന്നുള്ളതൊക്കെ അതിൽ എഴുതിയിരിക്കണം. അടുത്തത്, സ്പിരിറ്റ് ഷുഡ് ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദ സ്പിരിറ്റ് വെയർ ഹൗസ് അപ്രൂവ്ഡ് ബൈ ദി എക്സൈസ് കമ്മീഷണർ. നമ്മൾ എവിടെ നിന്നാണ് ഈ ഒരു സ്പിരിറ്റ് പർച്ചേസ് ചെയ്യേണ്ടത്? അതും പറയുന്നുണ്ട്. സ്പിരിറ്റ് വെയർ ഹൗസ് എന്നായിരിക്കണം. അത് ആര് അപ്രൂവ് ചെയ്ത ഏരിയ ആയിരിക്കണം? എക്സൈസ് കമ്മീഷണർ അപ്രൂവ് ചെയ്ത് സ്പിരിറ്റ് വെയർ ഹൗസിൽ നിന്നോ അല്ലെങ്കിൽ ഡിസ്റ്റിലറിയിൽ നിന്നോ നമുക്ക് എന്ത് കളക്ട് ചെയ്യേണ്ടത്? സ്പിരിറ്റ് കളക്ട് ചെയ്യേണ്ടത്, ഈ പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ളത്. ആൻഡ് ഇന്റന്റ് ഷുഡ് ബി സെൻഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ്. ഇത് ഏത് ലബോറട്ടറിയാ? ബോണ്ടഡ് ലബോറട്ടറി ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഇന്റന്റ് പ്രിപ്പയർ ചെയ്താൽ മതി. അതേസമയം ഔട്ട്സൈഡ് ബോണ്ട് ആണെങ്കിലോ ട്രിപ്ലിക്കേറ്റ് ആയിരിക്കണം. അതും പ്രിസ്ക്രൈബ്ഡ് ഫോം, അതിൽ ആര് കൗണ്ടർ സൈൻ ചെയ്യണം? ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദി ലബോറട്ടറി. ഇതൊക്കെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. And alcohol is issued in duly sealed container and under intimation to the excise officer concerned. എക്സൈസ് ഓഫീസറിനെ വിളിച്ച് കൺസേൺഡ് എക്സൈസ് ഓഫീസറിനെ വിവരം അറിയിച്ചിട്ട് ഡ്യൂലി സീൽഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലായിരിക്കും ആൽക്കഹോൾ എന്ത് ചെയ്യുക? ഇഷ്യൂ ചെയ്യുക. പിന്നെ ഇത് കൊണ്ടുപോകുന്ന സമയത്ത്, മാനുഫാക്ചറിങ് യൂണിറ്റിലോട്ട് ഇത് കൊണ്ടുപോകുന്ന സമയത്ത് എന്തെങ്കിലും ആൽക്കഹോൾ വേസ്റ്റേജ് ഉണ്ടായാൽ, എന്തെങ്കിലും ലോസ് സംഭവിച്ചാൽ, മാനുഫാക്ചറിന്റെ ഭാഗത്തു നിന്നുണ്ടായ നെഗ്ലിജൻസ് മൂലം എന്തെങ്കിലും ലോസ് സംഭവിച്ചാൽ അതിനും എന്ത് ഈടാക്കും? എക്സൈസ് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും. അപ്പൊ കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടി പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് 2 ഇന്റന്റ് കോപ്പി പ്രിപ്പയർ ചെയ്ത് അതിൽ കൗണ്ടർ സൈൻ വാങ്ങിച്ച് എക്സൈസ് ഓഫീസർ നിർദ്ദേശിക്കുന്ന അപ്രൂവൽ കിട്ടിയ വെയർ ഹൗസിൽ നിന്ന് സ്പിരിറ്റ് ഡിസ്റ്റിലറിയിൽ നിന്നും വേണം പർച്ചേസ് ചെയ്യാൻ. പർച്ചേസ് ചെയ്തത് മാനുഫാക്ചറിങ് യൂണിറ്റിലോട്ട് കൊണ്ടുപോകുന്ന സമയത്തും നെഗ്ലിജൻസ് വൈസ് എന്ത് ചെയ്യാൻ പാടില്ല? ഇതിൽ നിന്നും ലോസ് വേസ്റ്റേജ് ഉണ്ടാകാൻ പാടില്ല. ഇനി മാനുഫാക്ചർ ഔട്ട്സൈഡ് ദ ബോണ്ടാണ്. ഇതൊക്കെ തന്നെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവത്തുള്ളൂ. എന്താണെന്ന് നോക്കാം. മാനുഫാക്ചറിങ് ആൻഡ് സെയിൽ ഓപ്പറേഷൻസ് ആർ റെസ്ട്രിക്റ്റഡ് ഓൺലി ബിറ്റ്വീൻ സൺറൈസ് ആൻഡ് സൺസെറ്റ്. ആ ഡേ ആക്ടിവിറ്റീസ് ആയിരിക്കും കൂടുതൽ. ആ ഒരു അവറും ടൈമും ഒക്കെ ഫിക്സ് ചെയ്യുന്നത് എക്സൈസ് കമ്മീഷണർ ആയിരിക്കും.
പിന്നെ ഈ ഒരു നോൺ ബോണ്ടഡ് ലബോറട്ടറി അല്ലെങ്കിൽ ഔട്ട്സൈഡ് ബോണ്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റിന് വേണ്ടുന്ന റിക്വയർമെന്റ്സ് എന്തൊക്കെ ഉണ്ടാവണം? സെപ്പറേറ്റ് ലബോറട്ടറി സ്പിരിറ്റ് സ്റ്റോർ ആൻഡ് ഫിനിഷ്ഡ് സ്റ്റോർ. അതായത് ഈ ഒരു പ്രിപ്പറേഷൻ നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സ്പിരിറ്റ് പർച്ചേസ് ചെയ്യുമല്ലോ, അത് ശേഖരിച്ചു വെക്കാൻ ഒരു സെപ്പറേറ്റ് റൂം വേണം. ഇനി ഇത് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, അത് വെക്കാനായിട്ട് സെപ്പറേറ്റ് റൂം ഉണ്ടായിരിക്കണം. രണ്ടും കൂടെ മിക്സ് ചെയ്തല്ല വെക്കേണ്ടത്. അടുത്തത് എസെൻഷ്യൽ റിക്വയർമെന്റ്സ് എന്തൊക്കെയാന്ന് നോക്കാൻ. only one entrance to the non bonded manufacturing. ഒരൊറ്റ എൻട്രൻസേ പാടുള്ളൂ മാനുഫാക്ചറിംഗ് യൂണിറ്റിലോട്ട് കയറാനായിട്ട്. ആൻഡ് വൺ ഡോർ ഈച്ച് ടു ദ ലബോറട്ടറി സ്പിരിറ്റ് സ്റ്റോർ ആൻഡ് ഫിനിഷ്ഡ് സ്റ്റോർ. അതായത് സ്പിരിറ്റ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്റ്റോറിലോട്ടും ഫിനിഷ്ഡ് സ്റ്റോറിലോട്ടും ഓരോ ഡോർ മാത്രം. അയൺ ബാർസ് വെച്ചായിരിക്കണം വിൻഡോസ്. അതിന്റെയൊക്കെ തിക്നെസ് പറയുന്നുണ്ട്. 90 mm തിക്നെസ്, 102 mm അപ്പാർട്ട്, ഫിക്സ്ഡ് ഇൻ എ ബ്രിക്ക് കൺസ്ട്രക്ഷൻ ആയിരിക്കണം എന്ന കാര്യങ്ങളൊക്കെ. ഇതൊന്നും വലിയ ഇമ്പോർട്ടന്റ് അല്ല. കാര്യങ്ങൾ നമുക്ക് എന്താണ് ബോണ്ടഡ് നോൺ ബോണ്ടഡ് ലബോറട്ടറീസ് തമ്മിലുള്ള വ്യത്യാസം, എക്സൈസ് കമ്മീഷണറുടെ സൂപ്പർവിഷൻ നടക്കുന്നത് ഏത് ലബോറട്ടറി ആണ്, എവിടെയാണ് എക്സൈസ് ഡ്യൂട്ടി ആദ്യം അടയ്ക്കേണ്ടത്, അഡ്വാൻസ് സെക്യൂരിറ്റി എമൗണ്ട് എവിടെയാണ് കൂടുതൽ ആദ്യം അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ ഇമ്പോർട്ടന്റ്. പിന്നെ സെപ്പറേറ്റ് സ്പിരിറ്റ് സ്റ്റോർ ഫോർ റെക്ടിഫൈഡ് സ്പിരിറ്റ് പർച്ചേസ് അറ്റ് ദി സ്പെസിഫൈഡ് ഡ്യൂട്ടി. നമ്മൾ പറഞ്ഞായിരുന്നു, കാരണം നോൺ ബോണ്ടഡ് ലബോറട്ടറീസിൽ സ്പിരിറ്റ് വാങ്ങിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എക്സൈസ് ഡ്യൂട്ടി അടച്ചാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് പർച്ചേസ് ചെയ്യുന്നത്. പക്ഷെ ഇൻസൈഡ് ബോണ്ടിനകത്താണെങ്കിൽ എല്ലാം ഉണ്ടാക്കി പർച്ചേസ്ഡ് ഗുഡ്സ് പുറത്തേക്ക് പോകുമ്പോഴാണ് എക്സൈസ് ഡ്യൂട്ടി അടയ്ക്കേണ്ടത്. അതാണ് പറഞ്ഞത്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് മേ റിലാക്സ് ദ കണ്ടീഷൻസ് ഓഫ് റിക്വയർമെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇഫ് ദ ആൽക്കഹോൾ കൺസപ്ഷൻ ഈസ് ലെസ്. നമ്മൾ ആ കോളം വൈസ് ഡിഫറൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു, ഔട്ട്സൈഡ് ബോണ്ടുകാർക്ക് ചില റിലാക്സേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്. ആ ഒരു റിലാക്സേഷൻ ആർക്ക് കിട്ടത്തില്ല? ഇൻസൈഡ് ബോണ്ട് ലബോറട്ടറിക്കാർക്ക് കിട്ടില്ല. ആൽക്കഹോൾ ഈസ് പ്രൊക്യൂർഡ് ബൈ ദ മാനുഫാക്ചർ ആഫ്റ്റർ ദ പേയ്മെന്റ് ഓഫ് എക്സൈസ് ഡ്യൂട്ടി. ഞാൻ പറഞ്ഞിരുന്നു, ഔട്ട്സൈഡ് ബോണ്ടുകാർക്ക് അവരുടെ സ്പിരിറ്റ് വെയർ ഹൗസിൽ നിന്നും സ്പിരിറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ എക്സൈസ് ഡ്യൂട്ടി അടച്ചാണ് നമ്മൾ അവരെന്ത് ചെയ്യുന്നത്? സ്പിരിറ്റ് പർച്ചേസ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഫോം ഫോർ ദ പേയ്മെന്റ് ഓഫ് ഡ്യൂട്ടീസ് ഈസ് ഫിൽഡ് അപ്പ് ഇൻ എ ട്രിപ്ലിക്കേറ്റ്. അത് ഞാൻ പറഞ്ഞു, സ്പിരിറ്റ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഇന്റന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് ട്രിപ്ലിക്കേറ്റ് കോപ്പീസിലാണ്. അതേസമയം ഇൻബോണ്ടുകാർക്ക് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസിൽ മതി. ഒരു കോപ്പി എന്ത് ചെയ്യുന്നു? കോപ്പി ഈസ് ടു ബി ഗിവൺ ടു ദ സ്പിരിറ്റ് വെയർ ഹൗസ് കീപ്പർ. രണ്ടാമത്തെ കോപ്പി ഓഫീസർ ഇൻചാർജ്. ആൻഡ് മൂന്നാമത്തെ കോപ്പി ലൈസൻസ് ഉള്ള ആള് കയ്യിൽ വെക്കേണ്ടതാണ്. ഈ മൂന്നെണ്ണത്തിനും ഓരോ യൂസ് ഉണ്ട് കേട്ടോ. ഒരെണ്ണം സ്പിരിറ്റ് വെയർ ഹൗസ് കീപ്പർക്ക് കൊടുക്കണം, രണ്ടാമത് ഓഫീസർ ഇൻചാർജ്, മൂന്നാമത്തെ ലൈസൻസ് തന്നെ കയ്യിൽ വെക്കേണ്ടതാണ്. The duty for alcohol purchased is to be paid to the government treasury and ചെല്ലാൻ enclosed. ഇതെല്ലാം ഗവൺമെന്റ് മുഖാന്തരമായിട്ടുണ്ട്. ട്രഷറിയിൽ വേണം ഇതിന്റെ പൈസ അടച്ച് ചെല്ലാൻ എടുക്കണം. ഇനി മാനുഫാക്ചർ ഔട്ട്സൈഡ് ദ ബോണ്ട്. ആൽക്കഹോൾ പർച്ചേസ് കനോട്ട് ബി റീസോൾഡ്. അതായത് ഈ മെഡിസിനൽ അല്ലെങ്കിൽ ടോയ്ലറ്റ് പ്രിപ്പറേഷൻസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വെയർ ഹൗസിൽ നിന്നോ ഡിസ്റ്റിലറിയിൽ നിന്നോ വാങ്ങിച്ച സ്പിരിറ്റ് എടുത്ത് നമ്മൾ മറിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? വിൽക്കാൻ പാടില്ല. പിന്നെ all necessary entries of the operation carried out are maintained in a stock register and same should be made available for inspection by the excise officer and drug control authority. നമ്മൾ സ്പിരിറ്റ് സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ വെയർ ഹൗസിൽ നിന്നോ എത്ര എമൗണ്ട് ആൽക്കഹോൾ പർച്ചേസ് ചെയ്തു, എത്ര എമൗണ്ട് എക്സൈസ് ഡ്യൂട്ടി അടച്ചു, അതുപയോഗിച്ച് എത്ര പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി എന്ന കാര്യങ്ങളെല്ലാം എന്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കണം? രജിസ്റ്ററിൽ സൂക്ഷിച്ചു വെച്ചിരിക്കണം. ഈ രജിസ്റ്റർ ആർക്ക് കൊടുക്കുവാൻ വേണം? ഇൻസ്പെക്ഷന്റെ സമയത്ത് എക്സൈസ് ഓഫീസർക്ക് കാണിച്ചു കൊടുക്കേണ്ടതുമാണ്. Excise officer may take up to 10% of the preparation for analysis and the same is sent to the chemical examiner. ഈ ലബോറട്ടറിക്കാർ പറയുന്ന കണക്ക് വിശ്വസിച്ചു കൊള്ളണമെന്നില്ല. ഈ കെമിക്കൽ അതായത് ഇവർ പറയുന്ന അത്രയും എമൗണ്ട് ഓഫ് ആൽക്കഹോൾ ഈ ഒരു പ്രൊഡക്റ്റിലുണ്ടോ, അല്ല അതിൽ കൂടുതലുണ്ടോ, ഇവർ പറയുന്ന ക്ലെയിമിൽ കുറവാണോ എന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രിപ്പറേഷനിൽ നിന്നും ഏകദേശം 10% സാമ്പിൾ എടുത്തിട്ട് അത് എന്ത് ചെയ്യുന്ന പറയുന്നത് അനാലിസിന് വേണ്ടി അയക്കും. If the chemical examiner of the government give the report that the alcohol content is more than what is claimed, ഇവർ പറയുന്നു ഇപ്പം 25% ആൽക്കഹോൾ കണ്ടെയ്നിങ് പ്രിപ്പറേഷൻ ആണെന്നും പറഞ്ഞിട്ടാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ കെമിക്കൽ എക്സാമിനർ റിപ്പോർട്ടിൽ കാണുന്നത് വെച്ചാൽ അതിൽ കൂടുതലുണ്ടെങ്കിൽ the penalty charge is 10 times or maximum of ₹2,000 per batch. അതായത് ക്ലെയിമിൽ പറഞ്ഞിരിക്കുന്നതിൽ കൂടുതൽ ആൽക്കഹോളിക് കണ്ടന്റ് ആ ഒരു പ്രിപ്പറേഷനിൽ ഉണ്ടെങ്കിൽ 10 മടങ്ങ് നമുക്ക് എന്തടക്കേണ്ടി വരും? അതിന്റെ ഫൈൻ അല്ലെങ്കിൽ ഡ്യൂട്ടി അടക്കേണ്ടി വരും.
If this is frequently done by the manufacturer, license may be withdrawn. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അവർ പറയുന്നു 25% ആൽക്കഹോൾ പ്രിപ്പറേഷൻ ആണെന്ന് പറഞ്ഞ ഒരു ബോട്ടിൽ കാണിക്കുന്നു. പക്ഷേ കെമിക്കൽ എക്സാമിനേഷന് ശേഷം അറിയുന്നു 25 അല്ല അതിൽ കൂടുതലുണ്ട് ആൽക്കഹോളിക് പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ 10 മടങ്ങ് ഫൈൻ അടയ്ക്കുന്നു, കാര്യങ്ങൾ തീരുന്നു. പക്ഷെ ഇതൊരു പതിവാക്കി കഴിഞ്ഞാൽ മാനുഫാക്ചറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഈ ഒരു പതിവ് ഒരു പരിപാടിയാണെങ്കിൽ മാനുഫാക്ചറിന്റെ ലൈസൻസ് അങ്ങ് എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. ഇനി ആയുർവേദിക് ആൻഡ് ഹോമിയോപ്പതിക് പ്രിപ്പറേഷൻസിലുള്ള എക്സൈസ് ഡ്യൂട്ടി എങ്ങനെയാണെന്ന് നോക്കാം. ആയുർവേദിക് പ്രിപ്പറേഷൻസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സെൽഫ് ജനറേറ്റഡ് ആൽക്കഹോൾ കണ്ടെയ്നിങ് പ്രിപ്പറേഷൻസ് ലൈക്ക് അശവാസ് ആൻഡ് അരിഷ്ട. ഞാൻ പറഞ്ഞ ഈ ക്രൂഡ് ഡ്രഗ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് നമ്മുടെ ആൽക്കഹോളിലോ അല്ലെങ്കിൽ സോൾവെന്റിലോ എന്ത് ചെയ്യുന്നു, മാസറേറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പോൾ ഫെർമെന്റ് ചെയ്ത് അതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും, ആൽക്കഹോൾ ജനറേറ്റ് ചെയ്യുന്ന പ്രിപ്പറേഷൻസ് ആണ് അസവാസും അരിഷ്ടാസും. അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ആൽക്കഹോൾ വഴി പ്രിപ്പയർ ചെയ്യുന്ന ആയുർവേദിക് പ്രൊഡക്റ്റ് ഉണ്ട്. അതായത് ഓൾറെഡി ആൽക്കഹോൾ ആഡ് ചെയ്ത് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻസും ഉണ്ട്, അല്ലാതെ പ്രിപ്പറേഷന്റെ സമയത്ത് തന്നെ സെൽഫ് ജനറേറ്റ് ചെയ്യുന്ന ആൽക്കഹോളും ഉണ്ട്. അങ്ങനെ 2 ടൈപ്പ് പ്രിപ്പറേഷൻ ഉണ്ട് ആയുർവേദത്തിൽ തന്നെ. ആയുർവേദിക് ആൻഡ് ഹോമിയോ പ്രിപ്പറേഷൻ. സെൽഫ് ജനറേറ്റഡ് പ്രിപ്പറേഷൻ കണ്ടെയ്നിങ് ആൽക്കഹോൾ വെയർ ഏർലിയർ എക്സംപ്റ്റഡ് ഫ്രം ദി എക്സൈസ് ഡ്യൂട്ടി. ഇപ്പം അശവയ്ക്കകത്തും അരിഷ്ടയ്ക്കകത്തൊക്കെ ഈ മാനുഫാക്ചർ ചേർക്കുന്നതല്ല ആൽക്കഹോൾ, ആ പ്രിപ്പറേഷൻ ഫോം ചെയ്യുന്ന സമയത്ത് സെൽഫ് ജനറേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രിപ്പറേഷൻസിനെയൊക്കെ ആദ്യമേ എക്സൈസ് ഡ്യൂട്ടിയിൽ നിന്ന് എക്സെപ്റ്റഡ് ആയിരുന്നു. പക്ഷേ however now all such preparations are chargeable with 4% and ad valorem excise duty. മുമ്പ് എക്സൈസ് ഡ്യൂട്ടി അടയ്ക്കണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ 4% എക്സ്ട്രാ എക്സൈസ് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരുന്നു. ആൻഡ് ദോസ് വിത്ത് മോർ ദാൻ 2% സെൽഫ് ജനറേറ്റഡ് ആൽക്കഹോൾ ആൻഡ് ബീങ് കേപ്പബിൾ ഓഫ് കൺസ്യൂംഡ് ആസ് ബിവറേജ് ആർ ചാർജ് ഡ്യൂട്ടി ഓഫ് 4%. 4% കൂടുതൽ സെൽഫ് ജനറേറ്റഡ് ആൽക്കഹോൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു, ടാക്സ് അടയ്ക്കേണ്ടി വരുന്നു. ആൻഡ് ദോസ് വിത്ത് മോർ ദാൻ 2%, 2ൽ കൂടുതലാണ് ആ സെൽഫ് ജനറേറ്റഡ് ആൽക്കഹോൾ ആ പ്രിപ്പറേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കേപ്പബിൾ ഓഫ് കൺസ്യൂമിങ്, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ആണെങ്കിൽ 4% എക്സ്ട്രാ എക്സൈസ് ഡ്യൂട്ടി അടയ്ക്കണം. ഇനി ആയുർവേദിക് പ്രാക്ടീഷണേഴ്സ് ആർ എക്സെപ്റ്റഡ് ഫോർ ലൈസൻസ് ഫ്രം എക്സൈസ് അതോറിറ്റീസ് ഇഫ് ദ സാമ്പിൾസ് ആർ ബീങ് യൂസ്ഡ് ഫോർ ദെയർ ഓൺ പേഷ്യന്റ്. പുറത്ത് വിൽപ്പനയ്ക്കല്ലാതെ ആ ആയുർവേദിക് പ്രാക്ടീഷണേഴ്സ് അവരുടെ തന്നെ രോഗികൾക്ക്, അവരുടെ തന്നെ പേഷ്യൻസിനാണ് ഈ ഒരു സപ്ലൈ കൊടുക്കുന്നതെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരത്തില്ല. However, the excise officer should be allowed to take the sample if required. പക്ഷെ എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ എക്സൈസ് ഓഫീസർക്ക് എന്ത് ചെയ്യാം, അതിന് സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് അയക്കാം. For homeopathic preparations capable of consumption as ordinary alcoholic beverages, the excise duty of 4% and ad valorem is required to be paid. ആയുർവേദിക് പ്രിപ്പറേഷൻസ് പോലെ തന്നെ ഹോമിയോപ്പത്തിക് പ്രിപ്പറേഷൻസിലും ഇതേപോലെ തന്നെ എന്തുണ്ടെങ്കിൽ കേപ്പബിൾ ഓഫ് കൺസംപ്ഷൻ, അതിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ആൽക്കഹോൾ കൺസംപ്ഷൻ നമുക്ക് ഉപയോഗം പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അതിനും എക്സൈസ് ഡ്യൂട്ടി 4% അടയ്ക്കേണ്ടി വരും. എക്സ്പോർട്ട് അണ്ടർ ബോണ്ട് വിത്തൗട്ട് ദ പേയ്മെന്റ് ഓഫ് ഡ്യൂട്ടി, exporter apply in triplicate to the excise office. Exporter should mention the means export either by land, sea, air or post. അതായത് എക്സ്പോർട്ട് ചെയ്യാൻ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന പ്രിപ്പറേഷൻസിനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ പോകണം, കയറ്റുമതി ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? വിത്തൗട്ട് ദ പേയ്മെന്റ് ഓഫ് ഡ്യൂട്ടി, എക്സ്പോർട്ടർ അപ്ലൈ ഇൻ ട്രിപ്ലിക്കേറ്റ് ടു ദി എക്സൈസ് ഓഫീസിലോട്ട് നമുക്ക് അതിൻ്റെ ഒരു എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ കൊടുക്കണം ട്രിപ്ലിക്കേറ്റ് ആയിട്ട്. ആൻഡ് എക്സ്പോർട്ടർ എന്ത് കാര്യം മെൻഷൻ ചെയ്യണം, ഏത് മാർഗേനയാണ് നമ്മൾ ഈ ഒരു പ്രിപ്പറേഷനെ എക്സ്പോർട്ട് ചെയ്യുന്നത്, ലാൻഡ്, സീ, എയർ ഓർ പോസ്റ്റ് വഴിയാണോ? ആൻഡ് എക്സ്പോർട്ടർ ഷുഡ് ഗീവ് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോർ ഡിഫറെന്റ് മീൻസ് ഓഫ് എക്സ്പോർട്ട്. ഓരോ എക്സ്പോർട്ടിനും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ആണ് കൊടുക്കേണ്ടത്. ഓൾ ഗുഡ്സ് ഷുഡ് കണ്ടെയ്ൻ ദ സീരിയൽ നമ്പർ. എക്സ്പോർട്ട് ചെയ്യാൻ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഗുഡ്സിനും സീരിയൽ നമ്പർ ഉണ്ടാവണം, ഓർഡറിന്റെ നെയിം ഉണ്ടായിരിക്കണം, മാർക്ക് ഉണ്ടാവണം, ടോട്ടൽ ക്വാണ്ടിറ്റി ഉണ്ടാവണം, ആൽക്കഹോളിക് സ്ട്രെങ്ത് അതിൽ പറഞ്ഞിരിക്കണം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി കൺസൈനി ആൻഡ് ഗ്രോസ് വെയിറ്റ് ഓഫ് ഈച്ച് പാക്കേജ്. ഇതെല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള പാക്കേജാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ എക്സൈസ് ഓഫീസർ എന്തുണ്ടാകും, ഒരു ഓഫീസ് സീൽ അതിൽ രേഖപ്പെടുത്തിയിരിക്കും. ആൻഡ് എക്സൈസ് ഓഫീസർ റിട്ടേൺ ദ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഓഫ് ദി ആപ്ലിക്കേഷൻ ടു ദി എക്സ്പോർട്ടർ. എക്സ്പോർട്ട് ഔട്ട്സൈഡ് ദ ബോണ്ട്, അതായത് ഇപ്പം ഔട്ട്സൈഡ് ബോണ്ടുകാർക്കും എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വിത്ത് പേയ്മെന്റ് ഓഫ് ഡ്യൂട്ടി, പക്ഷെ അവർ ഡ്യൂട്ടി അടച്ചു വേണം പേയ്മെന്റ് നടത്താനായിട്ട്. എക്സ്പോർട്ടറിന് അപ്ലൈ ചെയ്യണം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട്. എക്സ്പോർട്ട് ഷുഡ് ഗീവ് 48 hours നോട്ടീസ് ബിഫോർ ദി എക്സ്പോർട്ടിംഗ് ഡേറ്റ്. 48 മണിക്കൂറിനുള്ളിൽ വേണം ഈ ഒരു ഇത് ചെയ്യാനായിട്ട്. എക്സ്പോർട്ടർ ഷുഡ് പ്രസന്റ് എൻറ്റയർ കൺസൈൻമെന്റ് ടു ദി എക്സൈസ് ഓഫീസർ. ആൻഡ്
ആൻഡ് എക്സൈസ് ഓഫീസർ ടേക്ക് സാമ്പിൾസ് ആൻഡ് സെൻഡ് ഫോർ അനാലിസിസ് ഓൺ ദ ബേസ് ഓഫ് ദ പെർമിറ്റ് ഓഫ്, അതായത് ഒരു എമൗണ്ട് ഉണ്ട്, എക്സ്പോർട്ട് ചെയ്യാൻ ഇത്ര ഒരു എമൗണ്ട് ആണ് പറഞ്ഞിരിക്കുന്നത്, ആ ഒരു എമൗണ്ട് തന്നെ ഉള്ളൂ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യണം. All goods should contain serial number, owner name, mark, total quantity of the dutiable goods, alcoholic strength, name and address of the consignee, gross weight എന്നും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ എക്സൈസ് ഓഫീസർ ഓഫീസിൽ പതിക്കും. പിന്നെ എക്സൈസ് ഓഫീസർ എന്ത് ചെയ്യും, ആ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയിൽ ഒരെണ്ണം റിട്ടേൺ ചെയ്യും ഫോർ ദ ആപ്ലിക്കേഷൻ ടു ദി എക്സ്പോർട്ടർ. ഇനി ലാസ്റ്റ് ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ്. ഫെയിലിയർ ടു ഫോളോ ദ ലൈസൻസ് കണ്ടീഷൻ. ലൈസൻസിൽ പല കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്സ്, അടയ്ക്കേണ്ട ഡ്യൂട്ടി, പിന്നെന്താണ് എക്സൈസ് ഓഫീസർക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. അതൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇംപ്രസ്മെന്റ് അപ് ടു 6 months ഓർ ഫൈൻ അപ് ടു 2000 rupee. ഫെയിലിയർ ടു പ്രൊവൈഡ് ദ മെയിൻ്റെനർ ഫെസിലിറ്റീസ് ഫോർ ലോക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. കാരണം ആൽക്കഹോളിക് പ്രിപ്പറേഷൻസും നാർക്കോട്ടിക് പ്രിപ്പറേഷൻസും ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫൈൻ അപ് ടു 200 rupees. ഒബ്സ്ട്രക്ഷൻ ടു ഓഫീസേഴ്സ് ഓർ ഫാൾസ് ഇൻഫോർമേഷൻ, തെറ്റായ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ജോലിയിൽ തടസ്സപ്പെടുത്ത ഉണ്ടാക്കുക ഓഫീസേഴ്സിന്റെ, അങ്ങനെയെങ്കിൽ ഫൈൻ അപ് ടു 5000 rupees. ഇലീഗൽ ഓഫ് ഡ്യൂട്ടബിൾ ഗുഡ്സ് ഫൈൻ അപ് ടു 1000 rupees. ഡിസോർഡർലി കീപ്പിംഗ് ഓഫ് സ്റ്റോക്ക് ആൻഡ് അക്കൗണ്ട്, എപ്പോഴും സ്റ്റോക്സും അക്കൗണ്ട് ഒക്കെ പക്കയായിട്ട് വെക്കണം, അത് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം, അത് ഇൻസ്പെക്ഷൻ സമയത്ത് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതൊന്നും ശരിയായി കീപ്പ് ചെയ്തില്ലെങ്കിൽ ഫൈൻ അപ് ടു 2000 rupees. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്തില്ലെങ്കിലും ഫൈൻ കിട്ടും. ഇനി എക്സൈസ് ഓഫീസറിന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായാലും എന്തുണ്ടാകും, ഇംപ്രസ്മെന്റ് അപ് ടു 3 months ഓർ ഫൈൻ അല്ലെങ്കിൽ ഓർ ബോത്ത്. ഇതാണ് ഏത് ആക്ട്? എക്സൈസ് ആക്ട് അഥവാ മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ആക്ട്. ഈ ആക്ടിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് എക്സൈസ് ഡ്യൂട്ടീസ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, ബോണ്ടഡ് പ്രിപ്പറേഷൻസിലും നോൺ ബോണ്ടഡ് പ്രിപ്പറേഷൻസിലും രണ്ടിന്റെയും ഡിഫറൻസ് ഓർത്തിരിക്കുക. പിന്നെ അതേപോലെ തന്നെ ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ്. താങ്ക് യു.